വടക്കേക്കരയിൽ മാലിന്യ സംസ്കരണ നിയമം ലംഘിച്ച 2 പേർക്ക് നഗരസഭ പിഴയീടാക്കി. ഈരാറ്റുപേട്ട നഗരസഭയിൽ 3-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ജ്യൂസ് സ്ഥാപനത്തിനും സമീപത്തെ സ്വകാര്യ വ്യക്തിക്കുമാണ് ഉദ്യോഗസ്ഥർ പിഴയീടാക്കിയത്. ജ്യൂസ് ഉണ്ടാക്കുന്നതിനായി കൊണ്ടുവന്ന കരിക്കിന്റെ അവശിഷ്ടങ്ങൾ മീനച്ചിലാറ്റിൽ നിക്ഷേപിച്ചതിനാണ് ജ്യൂസ് ലാൻഡിന് 10,000 രൂപ പിഴ ചുമത്തിയത്. സമീപത്ത് മീനച്ചിലാറിന്റെ തീരത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച വ്യക്തിക്ക് 5,000 രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട നഗരസഭ 3-ാം വാർഡിലെ ജ്യൂസ് ലാൻഡ് എന്ന സ്ഥാപനത്തിന്റെ ബാക്കില് മാലിന്യം റോഡിലേക്ക് വലിച്ചിറങ്ങുന്ന നമുക്ക് റിപ്പോർട്ട് കിട്ടി. അടിയന്തരമായിട്ട് ഈ നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ സ്ഥലം സന്ദർശിക്കുകയും അത് അവിടെ നിക്ഷേപിച്ചിരിക്കുന്ന ഇത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയും ഫൈൻ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്ന് അലക്ഷ്യമായ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും മാലിന്യങ്ങൾ ലക്ഷ്യമായി നിശ്ചയിക്കുകയും ചെയ്യുന്ന കർശനമായ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ശക്തമായ ഫൈൻ ചുമത്തി മാലിന്യ സംസ്കരണത്തിന് വളരെ കർശനമായ നടപടി സ്വീകരിക്കുന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു. അതേസമയം തന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ഗ്യാസ് ക്ഷാമം കാരണം കത്തിക്കുന്നതിനുവേണ്ടി താൻ ഉണങ്ങാനിട്ട കരിക്കിന്റെ തൊണ്ടുകൾ കടയുടെ താഴെയുള്ള ഷട്ടറുകൾ പുതുതായി വാടകയ്ക്കെടുത്തവർ എടുത്ത് ആറ്റിലേക്കിട്ടതാണെന്നും കടയുടമയായ മാഹിൻ പറഞ്ഞു. ഞാനിപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ കടയിലെ എല്ലാ വേസ്റ്റും ഞാൻ കൃത്യമായിട്ട് ഈ കരിക്ക് തരുന്ന ആൾ തന്നെ കൊണ്ടുപോയി മാറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഗ്യാസിനൊക്കെ വില കൂടുന്നതനുസരിച്ച് കുറച്ച് കരിക്കിൻ്റെ തൊണ്ട് അവിടെ താഴെ കൊണ്ട് ഉണക്കാൻ വേണ്ടി ഇട്ടാൽ ഞാൻ ഉണക്കി വീട്ടിൽ കൊണ്ട് കത്തിക്കുന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു റൂം അടഞ്ഞു കിടക്കുന്ന റൂം ഉണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ താഴെ ഇട്ടിരുന്നത്. ആറ്റ് സൈഡിലൊന്നും അല്ല ഇട്ടത്, റൂമിന്റെ ഷട്ടർ ഉയർന്ന ഇട്ടിരുന്നത്. അപ്പോൾ ഈ ഷട്ടർ മിനിഞ്ഞാന്നൊരാൾ വാടകയ്ക്ക് എടുത്തു. അപ്പോൾ അവര് ഏതോ ആൾക്കാരെ നിർത്തി സൈഡിലോട്ട് മാറ്റി ചെയ്യിച്ചതാ. ഇത് സത്യം പറഞ്ഞ ഇതിൽ എനിക്ക് യാതൊരു പങ്കുള്ളതല്ല. സത്യം പറഞ്ഞാൽ അവർ നേരത്തെ എന്നോട് പറഞ്ഞത് ഞാൻ എടുത്ത് മാറ്റേണ്ട സംഭവം, അത് ഞാൻ മാറ്റുവേനെ. അത് പിന്നെ എന്തായാലും ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ മൊത്തം സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവിടെ മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വേനലിൽ ആറ്റിലൊക്കെ വേസ്റ്റ് കിടന്നപ്പോൾ ഞാൻ തന്നെ നമ്മുടെ ഭാഗത്തൊക്കെ ഒരുപാട് താഴെ ഇറങ്ങി ഒരുപാട് വേസ്റ്റ് എടുത്ത് മാറ്റിയൊക്കെ ആളാണ് ഞാൻ. അല്ലാതെ ആറ്റിൽ ഞാൻ വേസ്റ്റ് കിട്ടാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ആറ് നന്നായി കിടക്കണം, ആറ്റിൽ ഒരുപാട് ചാടി കുളിക്കുന്ന ആളാണ് ഞാൻ. ആറ് നല്ല വെള്ളം കിടക്കണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണ്. പക്ഷേ ഇതിൽ എൻ്റെ കൈ തൊട്ടിട്ടില്ല ഉള്ള കാര്യം സത്യം പറഞ്ഞെങ്കിൽ. ഒരുപാട് പേര് പറഞ്ഞ് വരുത്തുന്നുണ്ട്, പക്ഷെ അതിൽ എൻ്റെ കൈ തട്ടിട്ടില്ല. ഞാൻ താഴെ കൊണ്ട് വെച്ചത് ഓക്കെയാണ്, അത് ഉണക്കാൻ വേണ്ടി മാത്രം കൊണ്ട് വെച്ചതാണ്. ഉണക്കി ഗ്യാസിന് വില കൂടുന്നതനുസരിച്ച് തീ കത്തിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു പോയി. എല്ലാവരും മാപ്പാക്കുക, അതാണ് എനിക്ക് പറയാനുള്ളൂ.